നമുക്കെല്ലാം അറിയാം, അമേരിക്ക കുടിയേറ്റക്കാരുടെ ഒരു രാജ്യമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് പല കാലങ്ങളിൽ കൂടി വന്നതാണ്. ഒരിക്കൽ പ്രസിഡന്റ് കെന്നഡി പറഞ്ഞത് 150ഓളം രാജ്യങ്ങളുടെ ബ്ലഡ് ലൈൻസ് ഈ രാജ്യത്തിൽ കൂടി ഒഴുകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരാണ് അമേരിക്ക സൃഷ്ടിച്ചത്. അവിടുത്തെ യഥാർത്ഥ നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ട്രൈബൽ പീപ്പിളാണ്. അവർക്ക് 1% മാത്രമേ ഇപ്പോൾ പോപ്പുലേഷനിലുള്ളൂ. പക്ഷേ കുടിയേറ്റം അനിയന്ത്രിതമായി വരികയും എല്ലാ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്ന് ഒരു കാലഘട്ടത്തിയപ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരണം. അതിന് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു പ്രശ്നമാകും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് നിയന്ത്രണം ശക്തമായത്. ഈ നിയന്ത്രണം ശക്തമാകുന്നത് കൂടുതലും റിപ്പബ്ലിക്കൻ പീരീഡിലാണ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുമ്പോഴാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അമേരിക്കയുടെ അകത്തുള്ള വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അന്തർദേശീയ കാര്യങ്ങളിലേക്ക് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലിബറലിസത്തിൻ്റെ വ്യക്താക്കളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രേഷൻ അവർക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ഈ ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അമേരിക്കയുടെ സമ്പദ്ഘടനയും നശിപ്പിച്ചത് ഈ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ ആണെന്നും നിയമവിരുദ്ധ കുടിയേറ്റം തടയണമെന്നും 11 ദശലക്ഷം ഇല്ലീഗൽ ഇമിഗ്രൻസ് അമേരിക്കയിൽ ഉണ്ടെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിൻ്റെ ആ ഒരു പ്രധാന ഘടകം അവിടുത്തെ ജനങ്ങൾ യഥാർത്ഥ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ പിന്തുണ ലഭിക്കാനാണ്. അതിൽ കുറച്ച് വസ്തുതയുണ്ട്, അത് നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബൈഡൻ്റെ പീരീഡിലുമൊക്കെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇന്ത്യയിൽ നിന്ന് എത്രത്തോളം ഉണ്ടെന്നാണ്. പ്ലെയിനിൽ വന്നിറങ്ങിയ ഇല്ലീഗൽ ഇമിഗ്രേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം വരുന്നവരുടെ റെക്കോർഡുകൾ അമേരിക്കയിൽ ഇറങ്ങുമ്പോഴുള്ളത് കൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാനൊക്കെ അമേരിക്കയിൽ പറ്റും. പക്ഷേ ഇതല്ലാതെ അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് വരാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രേഷൻ വന്നിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഡൽഹി ഇത്തരം റീജിയൻസിൽ നിന്നാണ് കൂടുതലും ആൾക്കാർ പോകുന്നത്. ഇതല്ലാതെ ഗുജറാത്തിൽ നിന്നുമൊക്കെ ഉണ്ട്. ഇല്ലീഗലായിട്ട് അവർ പോകുന്ന റൂട്ടൊക്കെ നല്ല തമാശയുള്ള കാര്യമാണ്. അവർ ഇവിടെ നിന്ന് പോകുന്നത് അമേരിക്കയിലോട്ടല്ല, പ്ലെയിനിൽ ചിലപ്പോൾ ഘാനയിലോ ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തിൽ പോകും. അവിടെ നിന്ന് കടൽ മാർഗവും കരമാർഗവും ആമസോൺ കാടുകളിൽ കൂടിയുമെല്ലാം അവർ മെക്സിക്കോയുടെ ബോർഡറുകളിൽ ചെന്നെത്തും. എങ്ങനെയെങ്കിലും അമേരിക്കയുടെ വലിയ രാജ്യമായതുകൊണ്ട് ഏതെങ്കിലും ബോർഡറിൽ എത്തിയാൽ മതിയല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെക്സിക്കൻ ബോർഡറാണ്. അങ്ങനെ ഈ മെക്സിക്കൻ ബോർഡറിൽ കൂടി അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറിയവരുടെ കണക്ക് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് 7,25,000 പേരുണ്ടെന്നാണ്. ശശി തരൂർ തന്നെയാണ് ഈ കണക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ 7,25,000 നിയമവിരുദ്ധ ഇന്ത്യക്കാരവിടെ കഴിയുന്നു. അപ്പോൾ ഇവരെ ഡിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അമേരിക്കയ്ക്കുണ്ട്. അത് അമേരിക്കയുടെ അകത്തുള്ള സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിയമവിരുദ്ധമായി കുടിയേറിയവർ മടങ്ങി പോവുക തന്നെ വേണം, നമ്മൾ അവരെ സ്വീകരിക്കുകയും വേണം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം 104 നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ, ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ അമേരിക്ക അയച്ച രീതിയാണ് ഈ നാട്ടിൽ വലിയ ചർച്ചയുണ്ടായിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാലിനും കയ്യിനുമൊക്കെ വിലങ്ങിട്ട് ഈ 104 പേരെ, അതിനകത്ത് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. എന്തായാലും സ്ത്രീകളെയും കുട്ടികളെയും ബന്ധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പുരുഷന്മാരെ മാത്രമാണ് ബന്ധിച്ചത്. അത് അങ്ങനെ ചെയ്യുന്നതിന് അമേരിക്ക പറഞ്ഞ ന്യായം അവരൊരു ഫ്ലൈറ്റ് ത്രെട്ടാണ്. കാരണം പ്ലെയിനിനകത്ത് അവർ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പ്ലെയിനിനും മറ്റ് പല മേഖലകൾക്കും മറ്റ് ബിൽഡിങ്സിനൊക്കെ അപകടമുണ്ടാകും. അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരായിരുന്നു. ആ ക്രിമിനൽ ഗൊന്താനാബേയിലാണോ മറ്റു സ്ഥലങ്ങളിലാണോ എന്ന് അറിഞ്ഞുള്ളൂ. അതുകൊണ്ട് അവരെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ ചർച്ച പോലും അമേരിക്ക ആലോചിക്കാതെ പൊടുന്നനവേ ഇവരെ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. അത് അമൃത്സറിലെ ഒരു എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. അമേരിക്കയുടെ മിലിറ്ററിയുടെ പ്ലെയിനായിരുന്നു. അപ്പോൾ 2 വിമർശനമാണ്. ഒന്ന്, അമേരിക്കൻ പ്ലെയിൻ എന്തിന് ഇവിടെ വന്നു, അമേരിക്കൻ പ്ലെയിൻ സിവിൽ ഫ്ലൈറ്റിൽ എന്തുകൊണ്ട് വന്നില്ല. 2, തീർച്ചയായിട്ടും അവരെ ബന്ധിച്ചു കൊണ്ടുവന്നത് മനുഷ്യവിരുദ്ധ പ്രകടനമല്ലേ കാണിച്ചത്. വളരെ വളരെ ശരിയാണ്. അത് പാർലമെൻറ്റിലുണ്ടായ പ്രതിപക്ഷത്തിൻ്റെ രോഷം ന്യായീകരിക്കപ്പെടേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അമേരിക്ക ലോകത്തിലെ ശക്തമായ ജനാധിപത്യ രാജ്യം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അപ്പോൾ 2 ഡെമോക്രസീസ് തമ്മിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി മോദി ഉടനെ തന്നെ അമേരിക്കയിൽ ഔദ്യോഗികമായി സന്ദർശിക്കുന്നുണ്ട്. ആ സന്ദർശനം നേരത്തെ ഏർപ്പാട് ചെയ്തതാണ്. അതിൽ ഇക്കാര്യം കൂടി വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ഇക്കാര്യത്തിൽ വരുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് നമ്മുടെ പ്ലെയിനുകളിൽ ഇവരെ കൊണ്ടുവന്നുകൂടാ എന്നുള്ളത്. നമ്മൾ എന്തായാലും അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെ പ്ലെയിനുകളിൽ എന്തുകൊണ്ട് ഈ ആൾക്കാരെ കൊണ്ടുവരും? ഇന്ത്യ അത് അമേരിക്കയ്ക്ക് എതിർപ്പ് വരേണ്ട കാര്യമില്ല. കാരണം
ഈ നിയമവിരുദ്ധമായി കുടിയേറുകയാണെങ്കിലും അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്ലെയിൻസിന് അവരെ കൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കുക തന്നെ വേണം. പക്ഷെ അവരെ കൊണ്ടുവരുന്നത് ഇന്ത്യൻ പ്ലെയിനിലാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. മറിച്ച് അത്തരം ത്രെട്ട് വരുന്നത് അമേരിക്കയ്ക്ക് വരുന്നത് അമേരിക്കൻ പ്ലെയിൻസിലല്ലേ, അതല്ലേ അവർ ഇതിങ്ങനെ പറയും. ഈ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രശ്നം, ഈ പ്ലെയിനിൽ എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സിന് പുറമെ ഈ വന്ന മിലിറ്ററി പ്ലെയിനിൽ പോലും 18 സുരക്ഷാ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം സുരക്ഷാ ജീവനക്കാരെ ഒരു പ്ലെയിനിൽ കയറ്റാൻ കഴിയും? ഒരുപക്ഷേ പൊടുന്നനവേ ഒരു ആക്രമണം ഉണ്ടായാൽ, ഇപ്പോൾ സെപ്റ്റംബർ 11 നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. സെപ്റ്റംബർ 11 ഒരു പ്ലെയിൻ പിടിച്ചടക്കിയാണല്ലോ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിട്ടത്. അപ്പോൾ അതേപോലെ പൈലറ്റിനെയൊക്കെ ഡിസാം ചെയ്ത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർ സംശയിക്കുമെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇതാണോ? കൈക്കും കാലിനും വിലങ്ങ് വെച്ചാണോ ഇവരെ കൊണ്ടുവരേണ്ടത്? അത് മാത്രമല്ല, അവർ 40 മണിക്കൂറോളം യാത്ര ചെയ്തു എന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. കാരണം വേറൊരു റൂട്ടിൽ കൂടിയാണ് വരുന്നത്. അമേരിക്കയിൽ നിന്ന് വരാൻ ഒരു നോൺ സ്റ്റോപ്പ് എടുത്താൽ തന്നെ ഒരു 17 മണിക്കൂർ കൊണ്ട് എന്തായാലും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്താൻ കഴിയും, ഡൽഹിയിലെത്താൻ കഴിയും. അമേരിക്കയിൽ ഏത് ഭാഗത്ത് നിന്നാലും നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിന് 16-17 മണിക്കൂർ ഡൽഹിയിൽ ഇറങ്ങാൻ കഴിയും, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങാൻ കഴിയും. പക്ഷേ 40 മണിക്കൂർ എടുത്തു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ അത് വലിയ തെറ്റാണ്. കാരണം ഇവർ കൈയും കാലും ബന്ധിച്ചു, അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും ഞരങ്ങി പോകേണ്ടി വന്നു, ഇഴഞ്ഞു പോകേണ്ടി വന്നു. ആഹാരം കൊടുത്തു എന്ന് പറയുന്നു, പക്ഷേ എന്തായാലും മനുഷ്യത്വ വിരുദ്ധമായ നിലപാടാണ് എടുത്തത്. ഇതിൽ പ്രതിഷേധം പാർലമെൻറ്റ് വന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ 2008 മുതൽ തിരിച്ചയച്ചതായി നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരും ആലോചിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും തെറ്റായ ഏജൻസി, നിയമവിരുദ്ധമായ ഏജൻസിക്ക് 30, 40, 50 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ കടന്നാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നവർ, അവർ വാസ്തവത്തിൽ അവരെടുക്കുന്ന റിസ്ക് വളരെ വലുതാണ്. അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ കണ്ടതെല്ലാം. പക്ഷെ അതിൻ്റെ അർത്ഥം അവരെ കൂച്ചുവിലം കെട്ടി കൊണ്ടുവരുന്നതല്ല. ആ നിലയിൽ അമേരിക്ക കാണിച്ചത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. ഹ്യൂമൻ റൈറ്റ്സ് അത് ഡിസംബർ 10, 1948 പാസ്സാക്കിയപ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്ത അതിൽ പ്രധാന ശില്പിയായിരുന്നത് എലനോർ റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈഫായിരുന്നു, ഫസ്റ്റ് പേഴ്സൺ ലേഡിയായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡ്രാഫ്റ്റ് തന്നെ ഫൈനലൈസ് ചെയ്ത്. അങ്ങനെ ചെയ്ത ഒരു രാജ്യത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രകടനം കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അത് വല്ലാതെ വേദനിപ്പിച്ചു. പ്രത്യേകിച്ച് അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ നന്നാകുന്ന സാഹചര്യത്തിൽ. ഇപ്പോൾ ശീതസമരകാലത്ത് അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ വളരെ കുഴപ്പം പിടിച്ചതായിരുന്നു. അന്ന് നമ്മൾ എസ്ട്രേഞ്ച്ഡ് ഡെമോക്രസീസ് എന്നാണ് പറഞ്ഞത്. ആ കാലഘട്ടമെല്ലാം പോയി. 1991 ശേഷം അമേരിക്ക ഇന്ത്യയും തമ്മിൽ ബന്ധങ്ങൾ വർദ്ധിച്ചു. അതനുസരിച്ച് വ്യാപാര രംഗത്ത് വർധനവുണ്ടായി. ന്യൂക്ലിയർ രംഗത്ത് സപ്പോർട്ട് തരാൻ ന്യൂക്ലിയർ സപ്പോർട്ട് ഗ്രൂപ്പിൽ, സപ്ലൈസ് ഗ്രൂപ്പിൽ അമേരിക്ക നമ്മെ സഹായിക്കാൻ തയ്യാറായി. വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം ഏറ്റവും നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യക്ക് അമേരിക്ക ഒരു മാർക്കറ്റാണ്, അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു മാർക്കറ്റാണ്. ട്രംപിന് തീർച്ചയായിട്ടും തീരുവ വഴി, ടാരിഫ്സ് വഴി ചൈനയെ അമേരിക്കയൊക്കെ പിടിക്കാൻ അദ്ദേഹത്തിന് വേറെ നയമുണ്ട്. അത് മറ്റു രാജ്യങ്ങളും തിരിച്ചും പ്രയോഗിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ടാരിഫ് യുദ്ധം പോകുന്ന പോലെയല്ല ചെയ്യുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മനുഷ്യത്വപരമായി തന്നെ ഡീപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഈ ഇൻഹ്യൂമണായിട്ട് ഡീപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഡെമോക്രസിക്ക് ഒട്ടും അനുയോജ്യമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അതിൽ പ്രതിഷേധിച്ചതിൽ യാതൊരു സംശയവുമില്ല. അത് വ്യക്തമാണ്. ഇനിയുള്ള കാര്യങ്ങളിലെങ്കിലും ഇത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള നേതൃത്വം താല്പര്യമെടുക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണുമ്പോൾ ഈ ചർച്ചയിൽ ഇതും കൂടി ഉണ്ടാകുമെന്നും ഇനിയുള്ള ഡീപ്പോർട്ടേഷൻ വളരെ ശ്രദ്ധിച്ചു വേണം. കഴിയുമെങ്കിൽ മിലിറ്ററി പ്ലെയിൻ ആകരുത്. മറ്റൊന്ന് എന്തായാലും അവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവരില്ല. ഇത് രണ്ടും ശരിയല്ല. ഇല്ലീഗലായിട്ടുള്ള എല്ലാ ഇമിഗ്രൻസിനെയും തിരിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇത്രത്തോളം കഠിനമായ ഒരു യാത്ര അവർക്ക് കൊടുക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും മനുഷ്യത്വത്തിനും ജനാധിപത്യത്തിനും വിരുദ്ധമാണ്.